നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മാർച്ച് 8 മഹാശിവരാത്രി മഹോത്സവം ആഘോഷിക്കുകയാണ്. ഇന്ന് ശിവരാത്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശിവരാത്രിയുടെ ഐതിഹ്യത്തെക്കുറിച്ചും ഏതെല്ലാം നക്ഷത്രക്കാരാണ് ശിവരാത്രിക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്നും എങ്ങനെ വ്രതമെടുക്കണമെന്നും പറയാമെന്ന് വിചാരിക്കുന്നു. ശിവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണല്ലോ മഹാശിവരാത്രി. ശിവഭക്തരായവർക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ആഘോഷമാണ് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ചതുർദശി ദിവസമാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. അന്നേ ദിവസം കൂവളത്തില അർപ്പിക്കുന്നത് ഉപവാസം അനുഷ്ഠിക്കുന്നതും പ്രധാന ആചാരങ്ങളാണ്. ശിവലിംഗത്തിന് പാലും തേനും കൊണ്ട് അഭിഷേകം ചെയ്ത് ആരാധിക്കപ്പെടുന്നു. കേരളത്തിൽ ആലുവ ശിവക്ഷേത്രം, മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രം, തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം എന്നിവിടങ്ങളിലും മറ്റ് എല്ലാ ശിവക്ഷേത്രങ്ങളിലും വളരെ വിപുലമായി ശിവരാത്രി ആഘോഷിക്കപ്പെടാറുണ്ട്. ശിവരാത്രിയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, പാലാഴി മദനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമശിവൻ പാനം ചെയ്തു. ഈ വിഷമാകട്ടെ ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാകാതിരിക്കാൻ പാർവതീദേവി മഹാദേവന്റെ കണ്ഠത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വിഷ്ണു ഭഗവാൻ വാ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം കണ്ഠത്തിൽ ഉറയ്ക്കുകയും മഹാദേവന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. മഹാദേവന് ആപത്തുണ്ടാകാതിരിക്കാൻ പാർവതീദേവിയും മറ്റു ദേവീദേവന്മാരും അന്നേ ദിവസം ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിച്ച ദിവസമാണ് മഹാശിവരാത്രി എന്ന് വിശ്വസിച്ചു പോരുന്നു. ആ മഹാദേവന്റെ പ്രീതിക്കായി നമ്മളും ഒരുങ്ങുന്നു. അങ്ങനെ ശിവരാത്രി വ്രതം ചിട്ടയനുഷ്ഠിക്കുന്നവർ മഹാദേവന്റെ വാത്സല്യനിധികളായ വ്യക്തികളായി മാറും എന്നാണ് പറയപ്പെടുന്നത്. വ്രതാനുഷ്ഠാനം നടത്തുന്നവർ തലേദിവസം രാത്രി അരിയാഹാരം കഴിക്കരുത്. പകരം മറ്റെന്തെങ്കിലും ലഘുഭക്ഷണം ആകാം. ശിവരാത്രി ദിവസം ഉപവാസം ഒരിക്കൽ, അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും വ്രതമെടുക്കാം. ശാരീരിക അസ്വസ്ഥതകളുള്ളവർ നോക്കാതിരുന്നാലും കുഴപ്പമില്ല. ശാരീരിക സ്ഥിതി അനുകൂലമാണെങ്കിൽ വ്രതം നോക്കുക. ഒരിക്കൽ നോക്കുന്നവർ ശിവക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വെള്ള നിവേദ്യം ഭക്ഷിക്കാവുന്നതാണ്. മരണമടഞ്ഞ പൂർവികർക്കായി പിതൃക്കൾക്ക് ശിവരാത്രി ദിവസം ബലികർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഇതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയും ചെയ്യും. ശിവരാത്രി ദിവസം പിതൃപ്രീതിക്കായി ബലിതർപ്പണം അത്യുത്തമമാണ്. ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെ യാതൊരു വിധത്തിലുള്ള വ്രതങ്ങളും എടുക്കേണ്ട ആവശ്യമില്ല. ശിവരാത്രി ദിനങ്ങളിൽ പകലും രാത്രിയിലും ഉറക്കം പാടില്ല. ശിവക്ഷേത്രത്തിൽ ഇരുന്ന് അർത്ഥപ്രദക്ഷിണം വെച്ച് നമശിവായ ഓംകാര സഹിതം ഓം നമശിവായ മന്ത്രമോ അറിയാവുന്ന മറ്റു മന്ത്രങ്ങളോ പുസ്തകം നോക്കി ചൊല്ലാവുന്ന ശിവ അഷ്ടോത്തരങ്ങളോ ജപിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്കുമെല്ലാം ശരീരശുദ്ധി വരുത്തി ശിവപഞ്ചാക്ഷരി മന്ത്രം ചൊല്ലാവുന്നതാണ്. അർപ്പണ മനോഭാവമാണ് എല്ലാത്തിലും വലുത്. വൈകുന്നേരം ദേവന് അഭിഷേകം ചെയ്ത കരിക്കോ പാലോ പാനം ചെയ്യാവുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ സർവാഭീഷ്ട സിദ്ധിക്കായി നോക്കുന്ന ശിവരാത്രി വ്രതം തനിക്കും തൻ്റെ ജീവിത പങ്കാളിക്കും ദീർഘായുസ്സനായി അത്യുത്തമമാണ്. ചെയ്ത പാപങ്ങൾ കഴുകിക്കളയാനും ശിവരാത്രി വ്രതം ഫലപ്രദമാണ്. 2024 മാർച്ച് 8 ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്, അതായത് കുംഭം 24 ശിവരാത്രി മഹോത്സവം. അന്നേ ദിവസം എല്ലാവരും കൂവളത്തില സമർപ്പിച്ച് വ്രതം അനുഷ്ഠിക്കുകയും ഓം നമശിവായ ജപിച്ചും കഴിച്ചുകൂട്ടുക. രാത്രി 12 മണി വരെയെങ്കിലും ഉറക്കമുളയ്ക്കുക. ഇനി ഈ വർഷം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ശിവരാത്രിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നോക്കാം. അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ഏതെല്ലാം നക്ഷത്രക്കാരാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്ന് പറയാം. അതിലൊന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ്. രണ്ടാമതായി മകയിരം, മൂന്നാമത്തെ നക്ഷത്രം തിരുവാതിര, നാലാമത്തെ നക്ഷത്രം പുണർദം, അഞ്ചാമത്തെ നക്ഷത്രം പൂയം, ആറാമത്തെ നക്ഷത്രം ആയില്യം, ഏഴാമത്തെ നക്ഷത്രമാകട്ടെ മകം,
8ാമത്തെ നക്ഷത്രം പൂരം, 9ാമത്തെ നക്ഷത്രം ഉത്രം, 10ാമത്തെ നക്ഷത്രം ചോതി, 11ാമത്തെ നക്ഷത്രം വിശാഖം, 12ാമത്തെ നക്ഷത്രം അനിഴം, 13ാമത്തെ നക്ഷത്രമാകട്ടെ തൃക്കേട്ട, 14ാമത്തെ നക്ഷത്രം അവിട്ടം, 15ാമത്തെ നക്ഷത്രം ചതയം, 16ാമത്തെ നക്ഷത്രം രേവതി. ഈ നക്ഷത്രക്കാരെല്ലാം വ്രതമെടുക്കുകയും ശിവരാത്രി ദിവസം ശിവക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന വെള്ള നിവേദ്യം ഭക്ഷിച്ചും ശിവ അഷ്ടോത്തരം ജപിച്ചും ഓം നമഃശിവായ മന്ത്രം ജപിച്ചും ചിലവഴിക്കേണ്ടതാണ്. ഇപ്പോൾ അനുഭവിച്ചു പോരുന്ന കഷ്ടപ്പാടുകളെല്ലാം നിവാരണം ചെയ്ത് മുന്നോട്ട് പോകാനാകും. 1000 ഏകാദശി എടുക്കുന്നതിന് തുല്യമാണ് അര ശിവരാത്രി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ഈ ശിവരാത്രി നൊയമ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ജഗദീശ്വരൻ ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.